അപ്പോൾ നമ്മൾ ഇതേ 4 ടിൻ ഫോയിൽ ബാർബുകൾ വാങ്ങിയിട്ടുണ്ട്. കൂടെ നമ്മൾ 2 വൈറ്റ് ഷാർക്കുകൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഓസ്കാറുകൾ എടുക്കുന്ന ടാങ്കിലേക്ക് ഇടാനായിട്ട് വാങ്ങിയതാണ്. അതിനകത്ത് 2 ആൽബിനോ ഓസ്കാറുകളും പിന്നെ 2 ടൈഗർ ഓസ്കാറുകളാണ് എടുക്കുന്നത്. പിന്നെ അതിനകത്ത് ഒരു ആൽബിനോ സക്കർ കാറ്റ് ഫിഷും എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടാങ്കിലേക്കാണ് നമ്മൾ ഇവരെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുമ്പ് നമ്മൾ ഈ സെയിം അക്വേറിയം ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ 4 ടിൻ ഫോയിൽ ബാർബുകൾ ആ സമയത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ അന്ന് തന്നെ ആ ഒരു ഓസ്കാർ ടാങ്കിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ടിൻ ഫോയിൽ ബാർബുകൾ ഗ്രൂപ്പായി നടക്കുന്ന മീനുകളാണ്. നമ്മൾ ആദ്യം 4 എണ്ണത്തിനാണ് വാങ്ങിയത്. അപ്പോൾ ചെറിയൊരു ഗ്രൂപ്പാണ്. അപ്പോൾ കുറച്ച് വലിയൊരു ഗ്രൂപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 4 എണ്ണത്തിന് അഡീഷണൽ വാങ്ങിയത്. ഇപ്പോൾ ടോട്ടൽ 8 എണ്ണം വരുന്നുണ്ട്. മാത്രമല്ല അതിനകത്ത് ഓസ്കാറുകളൊക്കെ കിടക്കുന്നതാണ്. അപ്പോൾ ഇത്തിരി വലിയ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഓസ്കാറുകൾ അങ്ങനെ വല്ലാതെ ഇവരുടെ മേത്ത് ഫോക്കസ് കാര്യങ്ങളൊന്നും ചെയ്യില്ല. എണ്ണത്തിൽ കുറവാകുമ്പോൾ ഇവർക്കും ചെറിയ രീതിയിൽ സ്ട്രെസ് വരും ഈ ടിൻ ഫോയിൽ ബാർബുകൾക്ക്. ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരിക്കില്ല. പിന്നെ ഇവരുടെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 2.5-3 ഇഞ്ച് സൈസ് വരുന്നുണ്ട് ഈ ടിൻ ഫോയിൽ ബാർബുകൾ. നമ്മുടെ ആൽബിനോ ഓസ്കാറുകൾക്ക് 4-4.5 ഇഞ്ചാണ് സൈസ് വരുന്നത്. അപ്പോൾ ഈ ഷാർക്കുകളുടെയും ടിൻ ഫോയിൽ ബാർബുകളുടെയും സൈസ് വലിയൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. ഓസ്കാറുകളുടെ കൂടെയൊക്കെ നമ്മൾ ഇടുമ്പോൾ എപ്പോഴും ഓൾമോസ്റ്റ് സെയിം സൈസിന് ഇടാനാണ് റെക്കമെൻഡ് ചെയ്യാറുള്ളത്. എപ്പോഴും നമുക്ക് ഒരേ സൈസിന് ചിലപ്പോൾ അക്വേറിയം ഷോപ്പിൽ നിന്ന് മേടിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ ചെറിയ സൈസിനെ എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ടാങ്കിന് അത്യാവശ്യം സ്പേസ് ഉണ്ടായിരിക്കണം. അതായത് തീരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്പേസ് ആയിരിക്കരുത്, അല്ലെങ്കിൽ ടാങ്ക് ആയിരിക്കരുത്. അപ്പോൾ എന്തായാലും ഈ മീനുകളൊക്കെ നമുക്ക് ഇന്ന് തന്നെ ആ ടാങ്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിൻ ഫോയിൽ ബാർബുകൾ ഒറിജിനൽ വെറൈറ്റി ആണ്. പിന്നെ ഇതിൻ്റെ ആൽബിനോയും വരുന്നുണ്ട്. അപ്പോൾ ഇവർ ഏകദേശം 1 ഫീറ്റ് സൈസ് വെക്കുന്ന മീനുകളാണ് ഈ ടിൻ ഫോയിൽ ബാർബുകൾ. ഈ ഒറിജിനൽ വെറൈറ്റിയുടെ ഷെയ്ഡ് വരുന്നത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഗ്രീനിഷ് കളറാണ്, ഒരു ഗോൾഡൻ കളറും ഒരു ഗ്രീനിഷ് കളറാണ് വരുന്നത്. സൈഡിൽ നല്ല സിൽവർ കളറാണ്. അതുകൊണ്ടാണ് ടിൻ ഫോയിൽ ബാർബ് എന്ന് പറയുന്നത്. ഒരു ഭയങ്കരമായിട്ട് തിളങ്ങുന്ന ഒരു സിൽവർ കളറാണ് സൈഡിൽ വരുന്നത്. വാലിന് ഒരു റെഡിഷ് കളർ വരും. വലുതായി കഴിയുമ്പോൾ ഒരു ഗ്രീനിഷ് ബോഡി, സൈഡിൽ സിൽവർ, ടെയിൽ ഒരു റെഡ് കളറായിട്ടാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ആൽബിനോ ആണെന്നുണ്ടെങ്കിൽ ഫുൾ വൈറ്റ് ബോഡി, തിളങ്ങുന്ന ഒരു വൈറ്റ് ബോഡിയാണ്, കണ്ണ് റെഡായി ആണ് വരുന്നത്. പിന്നെ ഈ ടിൻ ഫോയിൽ ബാർബുകളുടെ പ്രൈസ് വരുന്നത് ഒറിജിനൽ വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസിന് പീസിന് 30 രൂപയാണ് വരുന്നത്. ആൽബിനോ ആണെന്നുണ്ടെങ്കിൽ 40 രൂപയാണ് വരുന്നത്. ആൽബിനോ ടിൻ ഫോയിൽ ബാർബുകളെ പിന്നീട് വാങ്ങാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ നമ്മൾ വാങ്ങിയ അക്വേറിയം ഷോപ്പിലത്തെ പ്രൈസാണ് പറഞ്ഞത്. എല്ലായിടത്തും സെയിം പ്രൈസ് ആണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ ഈ ഷാർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇറിഡിസൻ ഷാർക്ക് കാറ്റ് ഫിഷ് എന്നാണ് ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള പേര്. പിന്നെ പാൻഗേഷ്യസ് ഹൈപ്പോതലാമസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം വരുന്നത്. ഇപ്പോൾ ആസാം വാള എന്ന് പറയുന്നത് ഈ സെയിം സാധനം തന്നെയാണ്. ഇതിനകത്ത് ബ്ലാക്കും വൈറ്റും വരുന്നുണ്ട്, അതുപോലെ തന്നെ ആൽബിനോയും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അക്വേറിയം ഷോപ്പിൽ കൂടുതലും ബ്ലാക്കും വൈറ്റിനെയാണ് ഈ ഷാർക്കുകളെ കാണാറുള്ളത്. ആൽബിനോ വൈറ്റ് ബോഡി റെഡ് ഐ ആണ്, പക്ഷേ റെഡ് ഐ നമ്മൾ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഈ ഷാർക്കുകൾക്കും സെയിം പ്രൈസ് തന്നെയാണ് വരുന്നത്. ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിലും വൈറ്റ് ആണെന്നുണ്ടെങ്കിലും പീസിന് 30 രൂപയാണ് വരുന്നത്. പിന്നെ ഈ ടിൻ ഫോയിൽ ബാർബുകളെ കുറിച്ച് പറയാനുള്ള വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓസ്കാറുകൾ അതുപോലെ തന്നെ ജയന്റ് ഗൗരാമികളുടെ കൂടെ ഇടാൻ പറ്റിയ ഒരു മീനാണ്. ഗ്രൂപ്പായി നടക്കുന്ന മീനുകളാണ്, പക്ഷേ വല്ലാതെ അങ്ങ് ഡിസ്റ്റർബൻസ് അവർ ക്രിയേറ്റ് ചെയ്യാറില്ല. ഉദാഹരണത്തിന് നട്ടർ പോലുള്ള മീനുകളെയൊന്നും അങ്ങനെ വല്ലാതെ റെക്കമെൻഡ് ചെയ്യാറില്ല. സ്യൂട്ടബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജയന്റ് ഗൗരാമി ഓസ്കാറിൻ്റെ കൂടെ ഇടാൻ പറ്റിയ മീനുകൾ തന്നെയാണ് ഈ ഒരു നട്ടർ പോലുള്ള മത്സ്യങ്ങൾ. പക്ഷേ അവർ ഭയങ്കര ഫീഡിങ്ങിൻ്റെ സമയത്തൊക്കെ ഭയങ്കര അഗ്രസീവാണ്. കൂട്ടായിട്ട് വന്നിട്ട് വെള്ളത്തിൻ്റെ മുകളിലൊക്കെ ഭയങ്കര ഒരു അഗ്രസീവായിട്ടുള്ളൊരു ബിഹേവിയർ കാണിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഷാർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വൈറ്റ് ഷാർക്ക് ആണെങ്കിൽ അങ്ങനെ വല്ലാതെ റെക്കമെൻഡ് ചെയ്യാറില്ല ഓസ്കാറുകളുടെയും ജയന്റ് ഗൗരാമികളുടെ കൂടെ ഇടാനായിട്ട്. ഈ നട്ടറുകളൊക്കെ ചൂസ് ചെയ്യുന്നതിന് പകരം പറ്റിയത് ശരിക്കും സിൽവർ ഡോളറുകളാണ്, അതുപോലെ തന്നെ ടിൻ ഫോയിൽ ബാർബുകൾ. പിന്നെ ഈ വൈറ്റ് ഷാർക്കിനെ ചൂസ് ചെയ്യുന്നതിന് പകരം ഈ ബാല ഷാർക്ക് അല്ലെങ്കിൽ സിൽവർ ഷാർക്ക് എന്ന് പറയുന്ന ഒരു മീനുണ്ട്, അതിനെ ചൂസ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. എന്തുകൊണ്ടാണ് ഈ നട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഡ് ബെല്ലി പാക്കു, ബ്ലാക്ക് പാക്കു എന്നാണ് അതിൻ്റെ ഒറിജിനൽ പേര് വരുന്നത്. അപ്പോൾ അവരെന്തുകൊണ്ടാണ് റെക്കമെൻഡ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ സൈസ് വയ്ക്കുന്ന മീനുകളാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫീഡിങ്ങിൻ്റെ സമയത്തൊക്കെയുള്ള അഗ്രഷൻ, അതുപോലെ തന്നെ ഈ വാളകളാണെന്നുണ്ടെങ്കിൽ ഈ ഷാർക്കുകളാണെന്നുണ്ടെങ്കിലും വളരെ വലിയ സൈസ് വയ്ക്കുന്ന മീനുകളാണ്. അതുപോലെ തന്നെ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അത്ര സ്യൂട്ടബിൾ അല്ല ഈ ഗൗരാമികളുടെയും ജയന്റ് ഗൗരാമികളുടെയും ഓസ്കാറുകളുടെ കൂടെയൊക്കെ ഇടാനായിട്ട്. അതേസമയം ഈ സിൽവർ ഡോളറുകളാണെന്നുണ്ടെങ്കിൽ മാക്സിമം 8 ഇഞ്ചൊക്കെയാണ് അവർ സൈസ് വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഈ നട്ടറുകളുടെ പോലെയൊക്കെ ഗ്രൂപ്പായിട്ട് നടക്കുന്ന മീനുകളാണ്. സൈസ് ചെറുതുമാണ്, അതുപോലെ തന്നെ അത്ര അഗ്രസീവും അല്ല, ഈ നട്ടറിൻ്റെ പോലെ അത്ര അഗ്രസീവും അല്ല. അതേസമയം ഈ വൈറ്റ് ഷാർക്കിന് പകരം ബാല ഷാർക്ക് അല്ലെങ്കിൽ സിൽവർ ഷാർക്കിനെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരും ഇതുപോലെ ഗ്രൂപ്പായി നടക്കുന്ന മീനുകളാണ്. ഏകദേശം 1 ഫീറ്റ് വരെ സൈസ് വയ്ക്കുന്ന മീനുകളാണ്. ഈ വൈറ്റ് ഷാർക്കുകളുടെ പോലെ 4 അടിയൊന്നും സൈസ് വയ്ക്കുന്ന മീനുകളല്ല. അതുകൊണ്ട് തന്നെ ചെറിയ സ്പേസുകളിലൊക്കെ അത്യാവശ്യം സ്യൂട്ടബിൾ ആണ്. വളരെ വലിയ സൈസ് ടാങ്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നട്ടറിനെ അല്ലെങ്കിൽ വൈറ്റ് ഷാർക്കിനെയൊക്കെ ഓസ്കാറുകളുടെ കൂടെ ജയന്റ് ഗൗരാമികളുടെ കൂടെ ഇട്ടാൽ വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കി വലിയ സ്പേസുള്ള ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവർ സ്പ്രെഡായി നിന്നോളും. പക്ഷേ ഈ പറഞ്ഞതുപോലെ നട്ടറുകളും വൈറ്റ് ഷാർക്കുകളും എല്ലാം എണ്ണത്തിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പ്രശ്നം തന്നെയാണ്. അത് ചിലപ്പോൾ ഈ ജയന്റ് ഗൗരാമികളുടെയും ഓസ്കാറുകളുടെയൊക്കെ ഗ്രോത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇവർ സ്ലോ മൂവിംഗ് ആയിട്ടുള്ള മീനുകളാണ്. അതേസമയം നട്ടറും ഷാർക്കുകളൊക്കെ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള മീനുകളാണ്. ടാങ്കിൻ്റെ സൈസ് ചെറുതാവും തോറുമാണ് പ്രശ്നം കൂടുന്നത്.
ടാങ്കിന് അത്യാവശ്യം നല്ല സൈസും അതുപോലെ മീനുകളുടെ എണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. ജയന്റ് ഗൗരാമികളും ഓസ്കാറുകളും അതുപോലെ തന്നെ ഈ ഷാർക്കും പാക്കും ഒക്കെ ഒരുമിച്ച് കിടക്കുന്ന വലിയ മോൺസ്റ്റർ ടാങ്കുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനനുസരിച്ചാണ് അവർ ആ ടാങ്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എണ്ണമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ടാങ്കിന് നല്ല സ്പേസും വരുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ സിൽവർ ഡോളർ, ടിൻ ഫോയിൽ ബാർബ്, ബാല ഷാർക്ക് എല്ലാം ഗ്രൂപ്പായി നടക്കുന്ന അത്യാവശ്യം ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള മീനുകൾ തന്നെയാണ്. പക്ഷെ അവർ വല്ലാത്ത സൈസ് വെക്കാറില്ല. ഈ പറഞ്ഞതുപോലെ 1 feet വരെയൊക്കെയാണ് മാക്സിമം സൈസ് വരുന്നത്. അപ്പോൾ ഇവർക്ക് സ്യൂട്ടബിൾ ആണ്. ജയന്റ് ഗൗരാമികൾക്കും ഓസ്കാറുകൾക്കൊക്കെ സ്യൂട്ടബിൾ ആണ്. അതുപോലെ തന്നെ ഫീഡിങ്ങിന്റെ സമയത്താണെന്നുണ്ടെങ്കിലും വല്ലാതെ അഗ്രഷൻ ഒന്നും ഈ പറഞ്ഞ മീനുകൾ കാണിക്കാറില്ല. അപ്പോൾ നമ്മുടെ 2 ഓസ്കാറുകൾ നേരെ താഴെ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ ഫുഡ് കൊടുക്കാനാണെന്നുള്ള ആ ഒരു ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ മീനുകൾ ഡയറക്റ്റ് അവരുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ചിലപ്പോൾ ചാടി അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഇവരുടെ സൈസ് ഓസ്കാറുകളുടെ സെയിം സൈസ് അല്ല, കുറച്ച് സൈസ് കുറവാണ്. കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ ബോഡി സൈസ് എടുക്കുമ്പോൾ, അതായത് ഈ ഓസ്കാറുകളുടെ ഓവറോൾ ബോഡി സൈസ് എടുക്കുമ്പോൾ അവർ കുറച്ച് ചെറിയ സൈസാണ്. പക്ഷേ അങ്ങനെ ഡയറക്റ്റ് പോയി അവർ അറ്റാക്ക് ചെയ്യൊന്നുമില്ല. പിന്നെ ഗ്രൂപ്പായിട്ട് നടക്കുന്നതൊക്കെ കാണുമ്പോൾ ഓസ്കാറുകൾ കുറച്ചൊന്ന് മാറി നിന്നോളും. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ആഡ് ചെയ്ത് കൊടുത്ത ടിൻ ഫോയിൽ ബാർബുകൾ കൂടാതെ 4 എണ്ണം ഓൾറെഡി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ടോട്ടൽ 8 ടിൻ ഫോയിൽ ബാർബുകൾ ഉണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ആഡ് ചെയ്യുന്ന ഈ 2 ഷാർക്കുകളും. അപ്പോൾ ഇത്രയും മീനുകൾ ഈ ടാങ്കിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മീനിനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു മെന്റാലിറ്റി കുറയാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇപ്പോൾ ഇതിനകത്തുള്ള ടോട്ടൽ മീനുകൾക്ക് അത്യാവശ്യം കിടന്ന് നടക്കാനുള്ള സ്പേസ് ഈ ടാങ്കിനുണ്ട്. നമ്മൾ ഈ കൈകൊണ്ട് വെള്ളത്തിൽ ഇങ്ങനെ തട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓസ്കാറുകൾ അവിടെ തന്നെ നിർത്താൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, നമ്മൾ ഇട്ട് കൊടുത്ത ഒരു ഷാർക്ക് ഇതേ ഇവിടെ നിൽക്കുന്നുണ്ട്. അതെങ്ങനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്മാർ പതുക്കെ ചിലപ്പോൾ ഇതിന്റെ പിന്നാലെ വരും. ഈ ഷാർക്കുകൾ തുടക്കത്തിൽ ഇങ്ങനെയാണ്, അവർക്ക് പരിചയമില്ലാത്ത സ്പേസ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഒരു 2 ദിവസം എടുക്കും ഒന്ന് സെറ്റ് ആവാനായിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇവർ ഓസ്കാറുടെ അടുത്തേക്ക് നീന്തി ചെന്നാലോ അല്ലെങ്കിൽ ഓസ്കാറുകൾ അവരുടെ അടുത്തേക്ക് ചെന്നാലോ കൃത്യമായിട്ട് തന്നെ അവർ നീന്തി മാറിപ്പോക്കോളും. കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കുക.